എവിടെ പോവാ? ഡോക്ടറെ കാണാൻ. പറഞ്ഞു ഡോക്ടറെ കാണാൻ പോവാന്ന്. അങ്ങനെ കഫക്കെട്ടിനെയും കൊണ്ട് പൊറുതി മുട്ടിയിട്ട് നമ്മൾ വീണ്ടും ഹോമിയോ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. ഓട്ടോ വന്നു. എവിടെ ഓട്ടോ? ഡോക്ടർ ഇല്ലില്ല. പിന്നെ ഇവൾ ജലദോഷം ഇങ്ങനെ വില്ലനായിട്ടിരിക്കുവാണെന്ന് അറിഞ്ഞതേ ഡോക്ടർ ഓടിപ്പോയി ഒരു ഗുളിക എടുത്തോണ്ട് തന്നു. അത് അപ്പം തന്നെ അവൾക്ക് വേണം. അങ്ങനെ അവസാനം അവളുടെ വാശിക്ക് ഞാനങ്ങ് വിട്ടുകൊടുത്തു. അമ്മ വായി വെച്ച് തരാം. വന്ന വായി വെക്ക്, പെട്ടെന്ന് വെക്കത് മരുന്ന് പോവും. ഇവിടെ നോക്കിയേ. മെഡിസിൻ എടുത്ത് വരുമ്പോഴത്തേക്ക് കുഞ്ഞതിലെല്ലാം ഓടിക്കളിച്ച് നടക്കുകയും വരുന്നവരെല്ലാം നോക്കി നിൽക്കുകയും അങ്ങനെ അവൾ അവിടെ ഒരു കളിസ്ഥലമാക്കി മാറ്റി അവളെ തന്നെ. അവൾ വന്ന ഓട്ടോ ചേട്ടൻ വേറൊരു ഓട്ടത്തിന് പോയി. അപ്പം എന്തേ നമുക്ക് പരിചയമുള്ള വേറൊരു ഓട്ടോക്കാരൻ വന്ന് നമ്മളെ കൂട്ടി. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ കടയിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവൾ കുറേ നേരം ഓടിക്കളിക്കുകയും ചാടി കളിക്കുകയും റോട്ടിലേക്ക് നോക്കിയിരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. പിന്നെ അവൾക്ക് എപ്പോഴും വീട്ടിലിരിക്കുന്ന മുഷിയുമ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. എപ്പോഴും അകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ അവളെ കുറച്ച് ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതും കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഒരു. എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നമ്മളെ വണ്ടിയെല്ലാം കയറ്റി വിട്ടു. അവിടെ എത്തിയപ്പോൾ ചാച്ച നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.